എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 34-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 34. ശരീരം ത്വം ശംഭോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതി നവാത്മാനം അനഘം അധശേഷശേഷീത്യയ ഉഭയസാധാരണതയ സ്ഥിതസംബന്ധോ വാം സമരസപരാനന്ദ പരയോ. ശരീരം ത്വം ശംഭോ ശശിമിഹിരവക്ഷോരുഹയുഗം നവാത്മാനം മന്യേ ഭഗവതി നവാത്മാനം അനഘം അധഃ ശേഷശേഷീ ഇതി അയം ഉഭയസാധാരണതയാ സ്ഥിതസംബന്ധ വാം സമരസ പരാനന്ദ പരയോ. അല്ലയോ ആനന്ദഭൈരവിയായ ദേവി, അല്ലയോ മഹാദേവി, ചന്ദ്രസൂര്യന്മാരാകുന്ന അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാരാകുന്ന രണ്ട് സ്തനങ്ങളോട് കൂടിയ ആനന്ദഭൈരവൻ്റെ ശരീരം നിന്തിരുവടിയാകുന്നു. അല്ലെങ്കിൽ ചന്ദ്രസൂര്യരൂപ സ്തനദ്വയത്തോടു കൂടിയ നിന്തിരുവടിയുടെ ശരീരം ആനന്ദഭൈരവൻ്റെ ശരീരമാകുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ദേവിയുടെയും ദേവൻ്റെയും ശിവൻ്റെയും ശരീരം ഒന്നു തന്നെയാണ്. അതാണ് ആനന്ദഭൈരവൻ എന്ന് പറയുന്നത്. മഹാദേവനെയാണ്, പരമശിവനെയാണ്. അപ്പം രണ്ടുപേരും തമ്മിൽ, ശിവനും ശക്തിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നാണ് പറഞ്ഞത്. ദേവിയുടെ സൂര്യചന്ദ്രന്മാരാകുന്ന രണ്ട് സ്ഥലങ്ങൾ ദേവിയുടെ ശരീരത്തിലാണ് കണ്ടതെങ്കിൽ ഇപ്പോഴത് ആനന്ദഭൈരവൻ്റെ ശരീരത്തിലാണെന്ന് വെച്ചാൽ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, രണ്ടുപേരും ഒന്നു തന്നെയാകുന്നു. അപ്പോൾ ഇവിടെ നിന്തിരുവടിയുടെ രൂപം നവവ്യൂഹാത്മകവും നിർദോഷവുമായ ശംഭുവിൻ്റെ സ്വരൂപമാകുന്നു. അപ്പം ഏറ്റവും ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയിരിക്കുന്ന ഒരു ഭക്തൻ കാണുന്നത് ആരെയാണ്? പരമശിവനെയാണ്. ആ പരമശിവനെ എന്തായിട്ടാണ് കാണുന്നത്? ദേവിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആനന്ദഭൈരവൻ്റെ ശരീരം നിന്തിരുവടിയാകുന്നു, അല്ലെങ്കിൽ നിന്തിരുവടിയുടെ ശരീരം ആനന്ദഭൈരവൻ്റെ ആകുന്നു. ഇവിടെ ആനന്ദഭൈരവൻ എന്ന് പറയുന്നത് സാക്ഷാൽ പരമശിവനാണ്. അപ്പം അതുകൊണ്ട് ശേഷം ശേഷി എന്നുള്ള ഈ സംബന്ധം സാമരസ്യത്തെ പ്രാപിച്ച ആനന്ദഭൈരവീ രൂപികളായ നിങ്ങൾ രണ്ടുപേർക്കും ഉഭയസാധാരണമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നവവ്യൂഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആ നവവ്യൂഹങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ താന്ത്രികമായിട്ട് പഠിച്ചറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സാമാന്യമായിട്ടങ്ങ് പറഞ്ഞു പോവുകയാണ്, അതിൻ്റെ പേര് പറഞ്ഞു പോവുകയാണ്. വ്യൂഹങ്ങളെന്ന് പറഞ്ഞാൽ കാലവ്യൂഹം, കുലവ്യൂഹം, നാമവ്യൂഹം, ജ്ഞാനവ്യൂഹം, ചിത്തവ്യൂഹം, നാദവ്യൂഹം, ബിന്ദുവ്യൂഹം, കലാവ്യൂഹം, ജീവവ്യൂഹം, ഇവയാകുന്നു നവവ്യൂഹങ്ങൾ. ഈ നവവ്യൂഹങ്ങളെയും നമ്മൾ ആത്മവ്യൂഹം ഭോക്താവും, ജ്ഞാനവ്യൂഹം ഭോഗവും, ശേഷം 7 വ്യൂഹങ്ങൾ ഭോഗ്യങ്ങളുമാകുന്നു. ഇത് വിശദീകരിച്ച് പറയണമെങ്കിൽ താന്ത്രിക വിദ്യ പഠിച്ചവർക്ക് മാത്രമേ പറ്റൂ. അതുപോലെ തന്നെ ഉത്തമനായ ഒരു ഗുരുമുഖത്ത് നിന്നാണ് ഇത് കിട്ടേണ്ടത്. ഇതിപ്പം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളതേ ഉള്ളൂ, അതിനെക്കുറിച്ച് ഒന്നും വിവരിച്ച് തരാൻ എനിക്കറിയത്തില്ല. അപ്പം ഒരു ഗുരുമുഖത്തെങ്കിൽ നിന്നാണിത് സൂക്ഷ്മമായിട്ട് അറിയേണ്ടത്. അതുപോലെ വിശദീകരിച്ചറിയേണ്ടതും ഗുരുമുഖത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ശംഭുവിൻ്റെ ശരീരം നിന്തിരുവടിയാകുന്നു. നിന്തിരുവടി എന്ന് വെച്ചാൽ ദേവി, നിന്തിരുവടിയുടെ ദേഹം ശംഭുവുമാകുന്നു. എന്ന് വെച്ചാൽ ദേവിയും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശംഭുവിൻ്റെ ശരീരം ദേവിയാകുന്നു, ദേവിയുടെ ശരീരം ശംഭുവുമാകുന്നു. അതായത് ആനന്ദഭൈരവീ രൂപന്മാരായ നിന്തിരുവടികൾ രണ്ടുപേരും സൂക്ഷ്മത്തിൽ ഒന്ന് തന്നെയാകുന്നു. അപ്പം ശിവനും ശക്തിയും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പ്രധാനം അപ്രധാനം എന്നുള്ള സംബന്ധം ഇരുവർക്കും ഒന്നുപോലെ സംബന്ധിക്കുന്നതാണെന്ന് വെച്ചാൽ എന്താ? ശിവൻ പ്രധാനമോ ശക്തി പ്രധാനമോ എന്നുള്ള ആകാംക്ഷയിൽ ശിവനും പ്രധാനം ശക്തിയും പ്രധാനം എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരുപോലെ ശക്തിയുള്ളവരാണ്. ശിവനില്ലെങ്കിൽ ശക്തിയില്ല, ശക്തിയില്ലെങ്കിൽ ശിവനില്ല. അപ്പോൾ ഈ ശിവശക്തി യോഗം
ശിവശക്തി യോഗം കൂടാതെ ജഗത്തും ജഗത്തിലുള്ള യാതൊരു കാര്യവും ഉണ്ടാകാത്തതല്ലാത്തതിനാൽ പ്രധാന അപ്രധാന ഭാവം ഇരുവർക്കും തുല്യമാകുന്നു എന്ന് താല്പര്യം. ഇവിടെ പറഞ്ഞതിൻ്റെ സാരം എന്താണ്? ദേവിയും ശരീരമാകുന്ന നിന്തിരുവടി ആനന്ദഭൈരവൻ്റെ ശരീരമാകുന്നു. അപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ സ്ഥലങ്ങളോട് കൂടിയ ശരീരമെന്ന് പറയുന്നത് ദേവിയുടേതാണ് എങ്കിൽ പോലും അത് ആരുടെ ആയിട്ടാണ് കാണുന്നത്? ഭഗവാന്റെ രൂപത്തിലാണ്. ആ ആനന്ദഭൈരവ ആ സദാശിവൻ്റെ ദേഹത്തിലാണ് കാണുന്നതെന്ന് വെച്ചാൽ ശിവനും ശക്തിയും ഒന്ന് തന്നെ. രണ്ടുപേരും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല. ഈ പ്രപഞ്ച സൃഷ്ടി നടക്കണമെങ്കിലും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണമെങ്കിലും എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഈ ശിവശക്തിക്ക് രൂപത്തിൻ്റെ ഫലമാണ്. അപ്പം ശിവനും ശക്തിയും ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ആനന്ദഭൈരവും ആനന്ദലഹരി ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞ ആനന്ദലഹരി, ആ പരമാനന്ദലഹരി ഉണ്ടാകുന്നത് ശിവനും ശക്തിയും ഒന്നു ചേരുമ്പോഴാണ്. ശരീരം ത്വം ശംഭോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതി നവാത്മാനമനഘം അധശേഷ ശേഷീത്യയ ഉഭയസാധാരണതയ സ്ഥിതസംബന്ധോ വാം സമരസ പരാനന്ദ പരയോ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.